രാഷ്ട്രീയത്തിൽ സജീവമാകാൻ ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി ജൂനിയർ. കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാണ് കേരള കോൺഗ്രസ് CM സ്ഥാനാർത്ഥികൾക്കായി വോട്ട് തേടി കെ എം മാണിയുടെ ചെറുമകൻ എത്തിയത്. നേരത്തെയും പല പരിപാടികളിലും കെ എം മാണി ജൂനിയർ എത്തിയപ്പോൾ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ ഭാഗമല്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഇത്രനാളും നമ്മൾ പലയിടങ്ങളിലും ഈ കെ എം മാണിയെ കണ്ടപ്പോൾ, അതായത് മാണി സാറിന്റെ മകനെ കണ്ട സമയത്ത് നമ്മൾക്ക് കുടുംബം പറഞ്ഞത് ഈ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നാണ്. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. കെ എം മാണി ജൂനിയർ രംഗത്തിറങ്ങുന്നു അല്ലേ? തീർച്ചയായും കെ എം മാണിയുടെ ചെറുമകൻ കളത്തിലിറങ്ങുന്നു എന്നുള്ളതാണ്. കോട്ടയത്തെ രാഷ്ട്രീയത്തിൽ, കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇത് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയാണ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. എന്തായാലും ആദ്യഘട്ടത്തിൽ ചില പരിപാടികളിലൊക്കെ ചില കൊടിയൊക്കെ പിടിച്ച് കെ എം മാണി ജൂനിയർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊക്കെ അതൊരു രാഷ്ട്രീയ പ്രവേശനമൊന്നുമല്ല എന്നൊക്കെയുള്ള നിലയിലാണ് കുടുംബം പ്രതികരിച്ചിരുന്നത്. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമായി ഇറങ്ങുന്നു എന്നുള്ളതാണ്. പൂഞ്ഞാർ പഞ്ചായത്തിൽ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് ആ പ്രദേശത്തുള്ള പാർട്ടി പ്രവർത്തകരാണ് പങ്കുവച്ചത്. അങ്ങനെ മാത്രമല്ല, ഇത് കെ എം മാണി ജൂനിയർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും ഇത് ഷെയർ ചെയ്തിട്ടുണ്ട്. കെ എം മാണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതായത് കെ എം മാണിയുടെ ചെറുമകൻ എന്ന നിലയിൽ ഈ ക്രൈസ്തവ കുടുംബങ്ങളിൽ അങ്ങനെ ഒരു പേര് സ്വീകരിക്കുന്ന രീതി ഉണ്ട്. എന്തായാലും ജോസ് കെ മാണിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഒരു പരിധിവരെ കൗതുകകരമായൊരു ഉത്തരം എന്ന നിലയിൽ കൂടി ഇതിനെ വിലയിരുത്തുന്നവരുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള കമൻറ്റുകളിൽ അത്തരം കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനെ എതിർക്കുന്നവരുണ്ട്. കുടുംബാധിപത്യം എന്നൊക്കെ പറഞ്ഞു വരുന്ന രീതിയുണ്ട്. എന്തായാലും നേരത്തെ ഒരു പരിധിവരെ നിഷ ജോസ് കെ മാണി സജീവ രാഷ്ട്രീയത്തിലേക്ക് ഒരു ഘട്ടത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ കഴിഞ്ഞ പാലാ ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ, അതിനു മുൻപ് തന്നെ ഉയർന്നിരുന്നതാണ്. പക്ഷേ അതെല്ലാം അവർ നിഷേധിച്ചുകൊണ്ട് അവർ പൊതുപ്രവർത്തന രംഗത്ത് സജീവമാകുന്നു എന്ന നിലപാടാണ്. അതായത് മറ്റ് പ്രവർത്തനങ്ങളിൽ, നേരത്തെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങളിൽ തുടരും എന്നുള്ള വിശദീകരണമാണ് അവർ നൽകിയിരുന്നത്. അവരും ചില തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലൊക്കെ ചില ഘട്ടങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊരു തെരഞ്ഞെടുപ്പ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുന്ന ഒരു രീതി, ഒരു ചിത്രം ഒരു പക്ഷേ ഈ കരിങ്ങോഴക്കൽ കുടുംബത്തിലെ ഒരു അനന്തരാവകാശി എന്ന നിലയിൽ ഒരുപക്ഷെ ആദ്യത്തെ കാഴ്ചയാണ് എന്നുള്ളതാണ് ഇതിലെ കൗതുകമായി എടുത്തു പറയാനുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വിവിധ ഇടങ്ങളിൽ സജീവമായി കെ എം മാണി ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. രാഷ്ട്രീയത്തിലെ ഒരുപക്ഷെ താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ വാർഡിലെ പ്രവർത്തനമൊക്കെ തന്നെയാണ് ബാലപാഠങ്ങളായി എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ആ നിലയിൽ തന്നെ മറ്റ് പ്രവർത്തകർക്കൊപ്പം, സാധാരണ പിതാവിൻ്റെയോ അല്ലെങ്കിൽ മാതാവിൻ്റെയോ ഒപ്പം കൂടി സഞ്ചരിക്കുന്ന ഒരു ചിത്രങ്ങളല്ല ഉള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് പ്രവർത്തകർ, പാർട്ടിയിലെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത് ഈ ചിത്രങ്ങളിൽ, ഈ പ്രചരണത്തിന്റെ ഭാഗമായി വന്ന രംഗങ്ങളിലൊക്കെ തന്നെ. തീർച്ചയായും ശ്രീജിത്ത് പറഞ്ഞതുപോലെ ജോസ് കെ മാണിക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഏകദേശം ഒരു ഉത്തരമായി എന്ന് വേണമെങ്കിൽ പറയാം. കെ എം മാണി ജൂനിയർ കളത്തിലിറങ്ങിയിരിക്കുന്നു. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.